അന്ന് ആ സമയത്ത് സംസാരിക്കുമ്പോഴും ഹി വാസ് എ വെരി സെൻസിബിൾ ഗൈ. സംസാരിക്കുന്ന നമുക്ക് ഒരാളുടെ ഇതറിയാമല്ലോ. നൗ ഇപ്പോൾ സ്ഥാനാർത്ഥി ഫസ്റ്റ് സ്ഥാനാർത്ഥി എന്നുള്ളൊരു ഫിലിം ഇത് ജസ്റ്റ് ഹാപ്പൻ ബിക്കോസ് ഓഫ് 2 people. ഒന്ന് ഈ പടത്തിന് എൻ്റെ പാർട്ട്ണറായ മുഹമ്മദ് റാഫി, പിന്നെ വിനേഷും. കമ്മിങ് ടു വൈ എന്തുകൊണ്ടിത്. സോ വിനേഷ് വാട്ട് ഹാപ്പൻ വാസ് ദാറ്റ് ഏകദേശം ഒരു 10-17 പ്രൊഡക്ഷൻ ഹൗസസിൻ്റെ അടുത്ത് പോയിരുന്നു. കാരണം എനിക്ക് 2020 ഞങ്ങളുടെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു ബജറ്റ് ലാബിൻ്റെ. അപ്പോൾ ആ സമയത്ത് വിനേഷ് എന്നോട് ഹി വാസ് വൺ ഓഫ് ദി ഗസ്റ്റ് ഓഫ് ഓണർ, കാരണം ഞങ്ങളുടെ ഒരു കോൺടെസ്റ്റിൻ്റെ വിന്നറായിരുന്നു. അപ്പോൾ വിനേഷ് പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ പിച്ച് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഒരു 1 line എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് ആൻഡ് ഓൾ ദ ബെസ്റ്റ് വിനേഷ് എന്ന് പറഞ്ഞ് നമ്മളത് ക്ലോസ് ചെയ്തു. പക്ഷേ 2022 ആ സമയത്ത് എന്തോ നോർമലി ഇങ്ങനെ ചാറ്റ് ചെയ്യുകയാണ്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്തായി പടം. പറഞ്ഞു ചേട്ടാ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്, ഒന്നും ആവുന്നില്ല. ഞാൻ പറഞ്ഞു വിനേഷ് ഒന്ന് എൻ്റെ അടുത്ത് വരാമോ, ബിക്കോസ് ഐ ട്രസ്റ്റ് വിനേഷ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിനേഷ് ഒന്ന് വാ, നമുക്കൊന്ന് സംസാരിക്കാം. അങ്ങനെ വന്നു. വിനേഷും ആനന്ദ് മന്മഥൻ ആക്ടർ, പിന്നെ അവരുടെ എഡിറ്റർ കൈലാഷ്, ഇവരാണ് വന്ന് ഇത് നരേറ്റ് ചെയ്യുന്നത്. ഐ വാസ് ബ്ലോൺ അവേ വിത്ത് ദ നരേഷൻ. അതായത് ഭയങ്കര രസമായിരുന്നു ആ നരേഷൻ. ആൻഡ് ദ ബ്യൂട്ടി വാസ് ദാറ്റ് ദ വേ ഹൗ ദ ഡിവൈഡഡ് വിത്തിൻ ഈച്ച് അതർ. അതായത് വിനേഷ് ഒരു പാട്ട് വരെ പറയും, അവിടെ സ്റ്റോപ്പ് ചെയ്ത് ആനന്ദ് അവിടെ നിന്ന് ടേക്ക് ഓവർ ചെയ്യും. നല്ല രസമായിരുന്നു, നമുക്ക് ബോറടിക്കാണ്ട് കേൾക്കുന്ന പറയില്ലേ. ഇതെല്ലാം കേട്ടു. അപ്പോൾ കുട്ടികളുടെ സംഭവമാണ് ഓൾ ദിസ് തൻ. ഞാൻ വിനേഷിനോട് പറഞ്ഞു വിനേഷ് ഐ ലവ്ഡ് ഇറ്റ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവർക്കത് വിശ്വാസമായില്ല. ഇവരോടും ചേട്ടൻ തമാശയ്ക്ക് പറയുകയാണോ സീരിയസ്ലി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല വിനേഷ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു.